ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ ഞെട്ടാറില്ലേ? ഉറങ്ങിക്കിടക്കുന്നവർ ചിലപ്പോൾ ഇത് അറിയില്ലെങ്കിലും അവരുടെ അടുത്തുള്ളവർ കൃത്യമായി അത് അറിയാറുണ്ട്. ഉറക്കത്തിൽ സംഭവിക്കുന്ന ഒരു വിചിത്രമായ പ്രക്രിയയാണ് ഹിപ്നിക് ജെർക്ക് എന്ന് പറയുന്ന ഈ ഞെട്ടൽ. അഗാധമായ ഉറക്കത്തിനിടെ പെട്ടെന്നുള്ള കുലുക്കം അല്ലെങ്കിൽ താഴേക്ക് വീഴുന്ന പോലെയുള്ള തോന്നലുണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഹിപ്നിക് ജെർക്ക് ഉണ്ടാകുന്നത് രോഗാവസ്ഥയുടെയോ അല്ലെങ്കിൽ പേശികളിലെ പിളർപ്പോ ആകാം കാരണം. ചില ഞെട്ടലുകൾ നമ്മൾ അറിയാറില്ലെങ്കിലും മറ്റു ചിലത് ഒരു പക്ഷേ ഉറക്കത്തിൽ നിന്നുപോലും നമ്മളെ ഉണർത്തിയേക്കാം. ഇനിയിപ്പം എന്താണ് ഈ ഹിപ്നിക് ജെർക്ക് എന്നുള്ളൊരു സംശയം കാണും അല്ലേ? ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒന്നോ അതിലധികമോ പേശികളുടെ സ്വമേധയാ ഉള്ള പിരിമുറുക്കമാണ് ഹിപ്നിക് ജെർക്ക് എന്ന് പറയുന്നത്. ഇത് ഉറക്കത്തിൻ്റെ ഒന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടങ്ങളിൽ സംഭവിക്കുകയും മൂന്നാമത്തെ ഘട്ടത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഒരു വ്യക്തി ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് ഇവ സംഭവിക്കുന്നത്. മയോക്ലോണസ് എന്നറിയപ്പെടുന്ന ഒരുതരം അനിയന്ത്രിതമായ പേശി ചലനമാണ് ഹിപ്നിക് ജെർക്കുകൾ. മയോക്ലോണസിൻ്റെ മറ്റൊരു സാധാരണ രൂപമാണ് എക്കിളെടുക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതല്ലേ? ഉറക്കത്തിൽ സംഭവിക്കുന്ന ഒരു സാധാരണ പ്രക്രിയയാണിത്. 60 മുതൽ 70% ആളുകളും ഇത് അനുഭവിക്കാറുണ്ടെന്നും ഇത് പതിവായി തുടരുന്നത് ഉറക്കമില്ലായ്മയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഉത്കണ്ഠ എന്നതിലേക്കും നമ്മളെ നയിക്കാം. പക്ഷേ എല്ലാ സമയത്തും ഉറങ്ങുമ്പോൾ ഇത് സംഭവിക്കണമെന്നില്ല. ഇനി ഈ ഹിപ്നിക് ജെർക്കിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാകാം? കടുത്ത ക്ഷീണവും ഉറക്കക്കുറവും. അമിതമായ ക്ഷീണം ഹിപ്നിക് ഞെട്ടലിലുള്ള ഒരു സാധാരണ കാരണമാണ്. ആരെങ്കിലും അസുഖത്തോടെയുള്ള അവസ്ഥയിൽ ഉറങ്ങാൻ പോകുമ്പോഴും അവ സംഭവിക്കാം. പിന്നുള്ള കാര്യമാണ് കാപ്പി കുടിക്കുന്നവർ. അമിതമായി കാപ്പി കുടിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഹിപ്നിക് ജെർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കാപ്പി കുടിക്കുന്നവരെല്ലാം തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളിങ്ങനെ ഞെട്ടാറുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കാപ്പി മാത്രമല്ല, അമിതമായ മദ്യപാനികളിലും ഈ പ്രശ്നം കണ്ടുവരാറുണ്ട്. അടുത്തതാണ് വ്യായാമം ചെയ്യുന്നവർക്ക്. രാത്രികാലങ്ങളിൽ അമിതമായി വ്യായാമം ചെയ്യുന്നവർക്കും ഇത്തരത്തിലുള്ള ജെർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പലതരത്തിലും പല സമയത്തും നമ്മൾ ഇതുപോലെ ഞെട്ടി വീണിട്ടുണ്ടല്ലേ? പല സമയത്തും പല നേരങ്ങളിലും, പ്രത്യേകിച്ചും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. പലരും ഞെട്ടി വിളിച്ച് അലറിയിട്ട് വരെ ഉണ്ടാകും. ഏതോ കുഴിയിലേക്കോ ഒക്കെ വീഴുന്ന പോലുള്ള തോന്നലുകളാണ് വരുന്നത്. അപ്പോൾ ഇത്തരം തോന്നലുകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത് ചില ലക്ഷണങ്ങളാണ്. നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. നമ്മുടെ ആരോഗ്യത്തെ മുൻകരുതലോട് തന്നെ കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതെല്ലാവരും തന്നെ ചെയ്യുകയും വേണം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. സോഷ്യൽ മീഡിയ കേരള വിഷൻ.